അടുത്തതായി എന്റെ വക ഒരു ടാസ്കിനുള്ള സമയമായിരിക്കാണ്. അപ്പൊ എന്താണ് ഈ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് പരസ്പരം രണ്ടുപേരും ഒരു വീട്ടിൽ താമസിക്കുന്നു. അതിപ്പോ ഹസ്ബൻഡ് വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അമ്മ മക്കളും ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. പക്ഷെ ഒരു വീടിനുള്ളിൽ ഒരുമിച്ച് താമസിച്ചു എന്ന് വിചാരിച്ച് നമുക്ക് പരസ്പരം എല്ലാം അറിയാൻ പറ്റണം എന്നില്ല. എന്തെങ്കിലും പ്രശ്നം വന്നാൽ സോറി പറയണം എന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ഹൈഡ് ചെയ്താണ്. എന്നാൽ നമ്മളൊരു വീട്ടിലാണ്, അമ്മയാണ്, മോളാണ്, അച്ഛനാണ്, ഭർത്താവാണ്, ഒക്കെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വേദി, സൂപ്പർ അമ്മയും മകളുടെയും വേദിയിൽ അങ്ങനെ ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും ഓപ്പൺ അപ്പ് ആവുമോ, അത് അവര് ഇമോട്ട് ചെയ്യോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടാസ്ക് ആണ്. അപ്പം ശ്വേതാജി, ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സന്ധ്യ ആൻഡ് വൈഗയാണ്. ഓക്കെ, വരൂ. ഓക്കെ, അപ്പോൾ ടാസ്ക് റൗണ്ടിലേക്ക് ഞാൻ നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ ഇങ്ങനെ മനസ്സിൽ ആഗ്രഹമുണ്ട്. ആ മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സെലക്ട് ചെയ്തത്. ശരിക്കും ഇങ്ങനെ ഒരു റൗണ്ട് കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ പറയണം എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? ഓപ്പൺ അപ്പ് ചെയ്യണം. അതെ, ഓപ്പൺ അപ്പ് ചെയ്യാൻ രണ്ടുപേരും തയ്യാറാണ്. അപ്പൊ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ വന്നതിന് ശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പൊ ആദ്യം പ്രോപ്പർട്ടീസ് എല്ലാം വരട്ടെ. അപ്പൊ ഞാൻ അതായത് പ്രോപ്പർട്ടീസ് ഒക്കെ ഇവിടെ വന്നിരിക്കുകയാണ്. ഇതിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാം താങ്ക്സ്, സോറി, കൺഫെക്ഷൻ, അങ്ങനെയൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ അങ്ങനെ കൂടുതലൊന്നും പറയുന്നില്ല. ഇവരിൽ ആരെങ്കിലും ഒരാള് ബലൂൺ പിക്ക് ചെയ്യണം. എന്നിട്ട് അതിൽ എന്താണോ അതിനെ കുറിച്ചിട്ട് ആ ഒരു വിഷയം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ അപ്പ് ആവണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഏതാണ്, സോറി ആണോ, താങ്ക്സ് ആണോ, കൺഫെഷൻ ആണോ, എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്നിട്ട് പിന്നെ ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. റെഡി? ഓക്കെ, യെസ്. ഓക്കേ, അപ്പോ ഇനി ഈ വേദി അമ്മയുടെയും മകളുടെയും മാത്രമാണ്. എന്നിട്ട് മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ഓപ്പൺ അപ്പ് ആവാൻ ശ്രമിക്കുക. ഓക്കെ, യെസ്. അപ്പോ നിങ്ങൾക്ക് നമ്മൾ തരുന്ന സമയം എന്ന് പറഞ്ഞാൽ 1 minute. ആ 1 minute-നുള്ളിൽ നിങ്ങളുടെ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ റെഡി അല്ലേ? യെസ്. ഓക്കെ, റെഡി. ആദ്യം തന്നെ അമ്മയുടെ അടുത്ത് താങ്ക്സ് ആണ് പറയാനുള്ളത്. കാരണം ഇത്രയും നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള അമ്മേനെ കിട്ടിയതിൽ ഞാൻ ദൈവത്തിൻ്റെ അടുത്തും നന്ദി പറയുന്നു. ആദ്യം തന്നെ ഞാൻ അമ്മയുടെ ലൈഫിൽ നിന്ന് എന്താ പഠിച്ചതെന്ന് പറയാം. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല, ഇവിടെ നിന്നാണ് ഞാൻ തോന്നുന്നു ആദ്യമായിട്ട് പറയുന്നത്. അമ്മയുടെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചത്, എല്ലാ പ്രോബ്ലംസിനും അതിൻ്റെതായ സൊല്യൂഷൻസ് ഉണ്ടാവും. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ടാവും. പക്ഷേ സൊല്യൂഷൻ നമ്മളെ തേടി വരില്ല, നമ്മൾ സൊല്യൂഷൻസിനെ തേടി പോകണം. പക്ഷേ അവിടെ ഗിവപ്പ് ചെയ്തതിനോട് നമ്മൾ ഫെയിൽ ആവുക ചെയ്യുക. പക്ഷേ നമ്മൾ അതിന് മുന്നേറുന്നതാണ് ഒരു എന്താ പറയുക, അതാണ് ഞാൻ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ചത്. കാരണം അമ്മയൊരു സിംഗിൾ മദർ ആണെന്നുള്ളത് ഐ എം പ്രൗഡ് ടു സേ. ബിക്കോസ് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. സാധാരണ കുട്ടികൾക്ക് പാരൻസ്, ഇപ്പം ഫാദറും മദറും ഉണ്ടാവും. അപ്പം ആ കാര്യങ്ങൾ കൂടി അമ്മ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പം അത് കാണുമ്പോൾ ചിലപ്പോൾ വിഷമം തോന്നാറുണ്ട്. പക്ഷേ ഐ എം റിയലി പ്രൗഡ് ദാറ്റ് യു ആർ മൈ മദർ, യു ആർ മൈ ഇൻസ്പിറേഷൻ, ഐ ഹാവ് ടു ടെൽ. ഇപ്പം സാധാരണ കുട്ടികൾക്കൊക്കെ അച്ഛനും അമ്മയും ലൈക്ക് അവരെ കാര്യങ്ങൾ രണ്ടും ഡിവൈഡ് ആയിട്ടാണ് പോകുന്നത്. പക്ഷേ അമ്മ രണ്ടാളെ കാര്യങ്ങളും ഒന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് ഐ ഹാവ് ടു സേ താങ്ക് യു ആൻഡ് ഐ ലവ് യു സോ മച്ച്. മോളോട് ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു നിമിഷത്തിൽ മോൾ പറഞ്ഞു, എന്നോട് താങ്ക് യു പറഞ്ഞു. ഓക്കെ, ഈ ഒരു വേദിയിൽ നമുക്ക് ഓപ്പൺ അപ്പ് ചെയ്യാം. എപ്പോഴെങ്കിലും നമുക്ക് വിഷമം തോന്നിയിട്ടുണ്ടോ? മോള് ഗ്രൂമിങ് സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോള് ഗ്രൂമിങ് സെഷനിൽ പറഞ്ഞിട്ടുണ്ടായി മോക്ക് വാട്സപ്പിൽ മോള് സ്കൂൾ മീറ്റിംഗ് ഒക്കെ പോകുന്ന സമയത്ത് മോക്ക് അച്ഛനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെ. ആ ഒരു ദേഷ്യം ഒക്കെ എപ്പോഴും എന്നോട് ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ചിലപ്പോഴൊക്കെ ലൈക്ക് അത് യൂഷ്വൽ ആണല്ലോ, പാരൻസ് മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ ഉണ്ടാവും. പക്ഷേ അതെന്നാലും എനിക്ക് അത്രയും ഹേർട്ടായിട്ടില്ല. കാരണം അത് ചെറുപ്പത്തിലേ എനിക്കത് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിലിരട്ടി അമ്മ തരുന്നുണ്ട്. പിന്നെ അതിന് വേണമെന്ന് ലൈക്ക് ഇപ്പം ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പ് അറിയാം. പക്ഷേ എനിക്കത് എന്താണ് ആ ലവ്, അതിൻ്റെ കെമിസ്ട്രി ഒന്നും അറിയില്ല.
അതിന് മോക്ക് അമ്മേനോട് എപ്പോഴും ദേഷ്യം, മോക്ക് അങ്ങനെ ഒരു സ്നേഹം കിട്ടാത്തതിന് അമ്മയൊരു ഭാഗമാണ്, അല്ലെങ്കിൽ അമ്മ കാരണമാണ് മോക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? എപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല, കാരണം അതിനിരട്ടി അമ്മ സ്നേഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സത്യം തന്നെയാണോ പറയുന്നത്? സത്യം തന്നെ. ഞാൻ എന്താ പറയാ, അത് ലൈക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിപ്പം എന്താ പറയാ, അമ്മ എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കാൻ കാരണം, മോള് ഗ്രൂമിങ് സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിൽ അല്ലെങ്കിൽ മോൾക്ക് ചെറിയൊരു വേദന, എനിക്ക് അച്ഛൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല. അപ്പം ആ ഒരു സ്നേഹം കിട്ടാത്തതിന് മോക്ക് എവിടെയെങ്കിലും അല്ലെങ്കിൽ ഒരു മിസ്സിങ് മറ്റുള്ള കുട്ടികളെ ഇപ്പോൾ ഈ ഒരു വേദിയിൽ മോൾ കാണുന്നുണ്ട് അച്ഛനെയും അമ്മയായിട്ടുള്ള പേരൻസിന്, അപ്പോൾ അവിടെ നീ എപ്പോഴെങ്കിലും ഒരിക്കലും മിസ് ചെയ്യില്ല, അല്ലെങ്കിൽ എനിക്കും അങ്ങനെ ഇല്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ കിട്ടുന്നില്ലല്ലോ, അങ്ങനത്തെ ഒരു? ഒരിക്കലില്ല, കാരണം എൻ്റെ അച്ഛനും അമ്മയും അമ്മ തന്നെയാണ്. അപ്പം അവിടെ ആ ഒരു മിസ്സിങ് ഒരിക്കലും എനിക്ക് ഇല്ല, അത് ഒരിക്കലും ഉണ്ടാവുമില്ല, കാരണം അത് അങ്ങനെയാണ്. ഈ ഒരു നിമിഷത്തിൽ മോളെ എനിക്ക് ഐ ലവ് യു സോ മച്ച്, ഐ ലവ് യു. ഇങ്ങനെ ഒരു ഡോക്ടറെ കിട്ടിയ എനിക്ക് സത്യം എന്നെ ഒരു ബോൾഡ് ആക്കിയതും എന്നെ ഒരു ഞാൻ ഇപ്പം ഞാൻ ഫേസ് ചെയ്യുന്നതും ഈ ഒരു മോളാണ്. ഈ മോളില്ലെങ്കിൽ ഞാനില്ല. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഐ ലവ് യു ഡിയർ. Love you both. Beautiful. അതൊരു it's a private moment. It's so beautiful. Very beautiful. മോള് എന്തൊരു ഭയങ്കര ക്ലിയർ തോട്ട്സ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു കുട്ടിക്കാലത്തുള്ള ഒരു ഫീലിംഗ് ആണ് അവള് ഗ്രൂമിങ് സെഷൻ പറഞ്ഞത്. അത് പറഞ്ഞില്ലെങ്കിൽ ഇന്ന് ഈ ഒരു റൗണ്ട് ഉണ്ടാവില്ല. മനസ്സിലായോ? അത് പറഞ്ഞത് അവൾ അത് കള്ളത്ര, അത് വേണമെങ്കിൽ അവൾക്ക് ഒളിച്ച് വെക്കാമായിരുന്നു, പക്ഷെ ഒളിപ്പിച്ച് വെച്ചില്ല. അവളത് പറഞ്ഞു. ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഇന്നത്തെ അവള് കുറച്ചും കൂടി മെച്ചോർഡായി. സോ ബ്യൂട്ടിഫുള്ളി മോളെ. ഗോഡ് ബ്ലെസ് യു ഡാർലിംഗ്. ആൻഡ് എങ്ങനെയുണ്ടായിരുന്നു? ഹൗ വാസ് ദ ഹോൾ തിങ്? അമ്മയുടെ ഞാൻ ചോദിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഞാൻ ഒരു ചെറിയൊരു വിഷമം എനിക്ക് ഉണ്ടാവാറുണ്ട്. അവൾ അച്ഛനെ മിസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് അവൾക്ക് എല്ലാം ആക്സെപ്റ്റഡ് ആണോ, എല്ലാ കാര്യങ്ങളും അവളെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അവൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ബട്ട് സാറ്റിസ്ഫൈഡ് ആണ്, ബിക്കോസ് ഇറ്റ്സ് യുവർ ലവ്. അപ്പം അത് എപ്പം പ്രഷ്യസ് ആണ് എനിക്ക്. Don't doubt yourself. You're perfect. Perfect mother and a perfect daughter. God bless you both.